ഈ ഒരു ചോദ്യം ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇത് നമ്മൾ ഈ കോവിഡിന് ശേഷം വന്ന ഒരു ഷിഫ്റ്റാണ്. അപ്പോൾ ആ ഷിഫ്റ്റിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു നോർമലിലേക്ക് എത്തിക്കാൻ സ്വാഭാവികമായിട്ട് സമയമെടുക്കും. ഇപ്പോൾ ഹോസ്റ്റലിൽ 2 റെസിഡൻറ്റ് ട്യൂട്ടർ ഉണ്ട്. അവർ കുട്ടികളുടെ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ കുട്ടികളെ നല്ല വഴിയിലേക്ക് നടത്തുക, ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊരു മുൻകരുതൽ. പുറത്തു നിന്ന ആളുകൾ ഇവിടെ വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഇവിടെ താമസമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ റെസിഡൻറ്റ് ട്യൂട്ടർ 2 പേര് അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഇനി രാത്രി കാലങ്ങളിലൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ സംഘടനകളും യൂണിയനും എല്ലാം ഈ ആൻറ്റി നാർക്കോട്ടിക് മൂവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ പിടിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ അത് യൂണിയനൊന്നും അല്ലെങ്കിൽ സംഘടനകൾക്കൊന്നും അതിനകത്ത് ഒരു കുട്ടി ഏതൊരു കുട്ടി സാധാരണ നമ്മളുടെയൊക്കെ മക്കൾ പെടുന്ന പോലെ അതിനകത്ത് പെട്ടു എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. 2 കിലോ കഞ്ചാവാണ് പിടിയത്. കഞ്ചാവ് മാത്രമല്ല, അവിടെ ഈ മിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ചില്ലറ വ്യാപാരം ഒരു കോളേജ് ഹോസ്റ്റലിനകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ മറുപടി. കാരണം ഇപ്പം ഇന്ന് ഹോളി ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിയിട്ട് തന്നെ ആയിരിക്കാം അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇപ്പം ഞങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു 6 മാസം, നിങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന 6 മാസമായിട്ട് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുക. എന്ന് വെച്ചാൽ ഇപ്പം എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇവിടെ ഒരു കൗൺസിലറെ വെച്ചിട്ടുണ്ട്, പാർട്ട് ടൈം കൗൺസിലറെ വെച്ചിട്ടുണ്ട്. അതൊന്ന് 2 നമ്മളിപ്പോൾ കമ്മിറ്റിയെ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസും അവരുടെ സംവിധാനങ്ങൾ നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ഇതിനുള്ളിൽ തന്നെ അവരുടെ ഡാൻസ് ഓഫിൻ്റെ ഫോഴ്സുകളൊക്കെ ഉണ്ടാകാം, ഷാഡോ പോലീസ് ഉണ്ടാകാം. എല്ലാ ദിവസവും അവർ നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ ഇത് പെട്ടെന്ന് വന്ന് പിടിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു വ്യക്തത ഇല്ല. ക്യാമ്പസ് ഇപ്പം കൊച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ക്യാമ്പസിന് ഉണ്ടാകുമല്ലോ. അവൈലബിലിറ്റിയെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയില്ല. പരാതി ഇപ്പം നമ്മൾ ഇത് എല്ലാ ആഘോഷങ്ങൾക്കും മുമ്പ് നമ്മൾ പരാതിയല്ല കൊടുക്കുക. എന്നുവെച്ചാൽ ആഘോഷങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളൊക്കെ ശക്തമായ ഒരു ക്യാമ്പസാണ് ഇത്. അതിനിടയിലാണ് ഒരു വിദ്യാർത്ഥി നേതാവിനെ തന്നെയാണ് അത് വിദ്യാർത്ഥി നേതാവെന്ന് പറയാനായിട്ട് ഇപ്പം അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്താ ചെയ്യുക. ഒറ്റപ്പെട്ട ഒരു കുട്ടി അതിനകത്ത് പെട്ടു, അത് ഒറ്റപ്പെട്ട കുട്ടി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അല്ലാതെ നമുക്ക് ശരിയാണ് സാർ, പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് പിടികൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആയിരുന്നല്ലോ അവരുടെ, അല്ലാതെ പെട്ടെന്ന് വഴിയിൽ വെച്ച് പിടിച്ചതല്ല. അങ്ങനെ പറയാം. അല്ല, ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസിലുള്ള ഇത്തരം കാര്യങ്ങളെ എതിർക്കണമെന്ന് ഇവർക്കെല്ലാം അല്ലേ ഇത് ചെയ്യാൻ പറ്റില്ല. ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവാറ്. ഒന്ന് നമുക്ക് ഇത് പുറത്തേക്കുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇതിപ്പോൾ പോലീസ് തന്നെ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. കാരണം ഇത് വളരെ വിപുലമായൊരു സംവിധാനം. ഞാനീ പറയുന്ന പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളിൽ നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകാം. ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതികളുണ്ടല്ലോ. മറ്റൊരു കാര്യം, ഈ മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരടക്കം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കുട്ടികൾ അതിന്റെ ഇരകളായി തീർന്ന സാധ്യത കൂടിയില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. അതല്ല അതിൻ്റെ പ്രത്യേകത. കാരണം ഇന്ന് ഒരു പക്ഷേ ഇത്രയും ലഹരി ഇവിടെ പിടിച്ച് കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം എനിക്കിങ്ങനെ നേരിടാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണും. ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡാണ്. അവർ പെട്ടെന്ന് വരുന്നു, വിളിക്കുന്നു, വേറെ 100ഓളം ആൾക്കാർ വരുന്നു. എന്ന് വെച്ചാൽ ഇത് അവരുടെ രീതിയിലൊരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ അത് അറിഞ്ഞ് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ഡേറ്റ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി ആ റൂമുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനപ്പുറത്തേക്ക് ആ കുട്ടികളുടെ കയ്യിൽ നിന്നല്ലത് പിടിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിരന്തരം കയറി ഈ ലഹരി വിൽപ്പനടക്കം നടത്തുകയും അങ്ങനത്തെ സാഹചര്യം സ്വാഭാവികമായി ഈ വിദ്യാർത്ഥികൾ വെറും ഇരകൾ മാത്രം. അതിനുള്ളൊരു നടപടിയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്.
ഒരുപക്ഷെ ഈ 2 കിലോ കഞ്ചാവ് നിങ്ങൾ പറയുന്ന പോലെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഇന്ന് കുട്ടികളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനമല്ലേ? അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. കോളേജ് അല്ല, ഇത് കോളേജ് അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് 6 മാസമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിനകത്ത് പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കയറുന്നുണ്ടോ എന്നുള്ള കാര്യം, രാത്രിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നോർമൽ രീതിയിൽ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ഗേറ്റ് ഉണ്ട്, ലോക്ക് ചെയ്യും, വാച്ച്മാനുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഈ കുട്ടികളല്ലേ, അവർ അനധികൃതമായിട്ട് മുകളിൽ കൂടെ ഒക്കെ വലിഞ്ഞു കയറി വല്ലതും വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒന്നും ആരും ഇല്ലായിരുന്നു. ഓടി രക്ഷപ്പെട്ട ആളുകൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നാ പറയുന്നത്. ശരിക്ക് അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവർ 9 മണിക്ക് വരുന്നു, റെയ്ഡ് ഉണ്ടെന്ന് വിളിച്ച് പറയുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ആരെ എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് 100ഓളം ഉണ്ടായിരുന്നു. ഒരു അത്ര രീതിയിൽ പ്ലാൻഡായിട്ട് വന്നിരിക്കുക. അപ്പോൾ വ്യക്തമായ പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇല്ല, വീഴ്ച സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ പറയാം. ഒന്ന് ഹോസ്റ്റലിൽ നിന്നല്ല പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അല്ല, കോളേജിൽ പൊതുവെയുള്ള പണപ്പിരിവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ ഈ 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ, ആയിരിക്കില്ല. കാരണം അത്രയും ആകെ 60 പേരേ ഉള്ളൂ. അതിൽ എല്ലാവരും ഒന്നും ഉപയോഗിക്കും, വളരെ ചുരുക്കം പേര് ഉപയോഗിക്കുന്നത്. അല്ല, അതിന്റെ ഉത്തരവാദിത്തമാണ് ഈ നടപടി. അതിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിടിച്ചോണ്ടാണ്. പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നില്ലേ? കോളേജിലേക്കായിരിക്കാം ആണ്. കാരണം ഇന്ന് ഹോസ്റ്റലിലേക്ക് ആയിരിക്കില്ല എന്നാ പറഞ്ഞത്. ഹോസ്റ്റലിലേക്ക് ആയിരിക്കില്ല. അതിൻ്റെ നമ്മൾ നേരത്തെ മുതൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മറ്റു വിദ്യാർത്ഥികളുടെ ഒരു കോളേജിലേക്ക് ക്യാമ്പസിലുണ്ടായിരുന്ന സാധനം ഓടി രക്ഷപ്പെട്ടത് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മറ്റു വഴികളിൽ കൂടി കയറാനുള്ള സാധ്യത സാറ് തന്നെ പറയുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഒരു പക്ഷേ അറിയാതെ അത്തരത്തിൽ ഈ കോളേജിൽ കടന്നവർ സൂക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയൊക്കെ അതൊരു വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് 51 ഏക്കർ സ്ഥലമുണ്ട്, ചുറ്റുമതിലുണ്ട്. പക്ഷെ പല ഭാഗങ്ങളും ഇത്തിരി വീക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 6 മാസം കൊണ്ടൊന്നും സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലല്ലോ. അല്ല, ഇല്ല, അത് തെറ്റാണ്. കാരണം നിങ്ങളിപ്പോൾ ചോദിക്കുകയല്ലേ ബ്ലാക്ക് സ്പോട്ടായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അത് പിടിച്ചതല്ല, ഇതിന്റെ ഭാഗമാണ്. അതായത് സംഭവം ഇവിടെ ഉണ്ട്. അതിന് എന്ത് നടപടികളാണ് മുൻപ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? അതിന്റെ ഭാഗമാണ് ഇന്നലെ നടന്ന സംഭവം. ഞങ്ങൾ നിരന്തരം അവരറിയിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അവര് റെയ്ഡ് ചെയ്യും. വ്യക്തമായിട്ട് അത് നമ്മളെ അറിയിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ലീക്കായി പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി അവരുടെ ഒരു നടപടി ആയിരിക്കാം. പക്ഷേ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതേപോലെ കളമശ്ശേരി പോലീസ്, നാർക്കോട്ടിക്സ് വിങ്, ഇവരെല്ലാം നിരന്തരം ദിവസം 1-2 തവണ വിളിച്ച് ഇത് ഈ പറയുന്ന പോലെ ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അത് ഞങ്ങൾക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ക്യാമ്പസിൽ വേണ്ടത്ര സുരക്ഷയും ഇത് ഇങ്ങനെ അകത്തേക്ക് വരുന്നതിലൊക്കെ അതിനൊക്കെ യഥേഷ്ടം വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, വാച്ച്മാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ ക്യാമ്പസ് ആകുമ്പോഴത്തേക്ക് കുട്ടികളല്ലേ, അവർ വേറെ മാർഗങ്ങൾ വഴി കയറാൻ ഇപ്പം പക്ഷെ രാത്രി കാലങ്ങളിൽ ഇപ്പം നടപടിക്ക് ശേഷം കുറവാണ്. ഇല്ല ചോദിക്കും. പിടികൂടിയ 2 പിള്ളേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അവരിവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പോൾ മറ്റ് വിദ്യാർത്ഥികൾ, അതായത് പുറത്തുനിന്ന് കുറച്ച് ആളുകൾ ഈ ക്യാമ്പസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വന്നുള്ള ആളുകൾ അവിടെ കൊണ്ടുവെക്കുകയും ഈ പിടിയിലായ വിദ്യാർത്ഥികൾ ഇരകളാകുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് കോളേജിന്റെ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 2 സ്ഥലത്തു നിന്നാണ് പിടിച്ചത്. ഒരു സ്ഥലത്തു നിന്നാണ് ഈ ക്വാണ്ടിറ്റി കൂടുതൽ പിടിച്ചിരിക്കുന്നത് മനസ്സിലാകും. മറ്റൊരു സ്ഥലത്ത് ക്വാണ്ടിറ്റി കുറവാണ്. എനിക്കൊന്ന് നിയമപരമായിട്ട് മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ വെളിയിലായിരുന്നു. അവർ ആ സമയത്ത് സെർച്ചിങ് വന്നത് കൊണ്ടാണ് അവിടെ അകത്തേക്ക്. അതിനെക്കുറിച്ച് സത്യം പറയാൻ വ്യക്തതയില്ല. അത് ഇനിയിപ്പോൾ ഇന്നലെ 4 മണിക്കല്ലേ റെയ്ഡ് കഴിഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ
വരുമ്പോഴേ അതിൻ്റെ ഒരു നിയമപരമായിട്ട് എങ്ങനെ, കാരണം നമ്മളതിനകത്ത് ഒരു കാഴ്ചക്കാരനുള്ള രീതിയിൽ അപ്പുറം നമുക്ക് ഇൻവോൾവ് ചെയ്യാം. എന്താണ് നമ്മൾ തുടർ നടപടി ഇപ്പൊ അടുത്ത സ്റ്റെപ്പ്? തുടർ നടപടിയല്ല, ഇത് നിലവിലുള്ള നടപടി കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ പിടികൂടി അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന നടപടി ഇപ്പം അക്കാഡമിക് കൗൺസിൽ കൂടി അവരെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു, അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പം അവർ ഫൈനൽ ഇയേഴ്സ് ആണ്, എനിക്കൊന്ന് ഒരാഴ്ചയും കൂടെ ക്ലാസ്സിലുണ്ടാവുകയുള്ളൂ. കുട്ടിയുടെ ഭാവിയെ ബാധിക്കാത്ത രീതിയിലുള്ള നടപടിയായിരിക്കും. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.